ഹലോ ഹായ്. നമുക്കെപ്പോഴും ചക്കക്കുരു കിട്ടിയാൽ ഒന്നില്ല കറി വയ്ക്കും, അല്ലാന്ന് വെച്ചാൽ അത് തോരൻ വയ്ക്കും. അത് രണ്ടും അല്ലാതെ ഒരു അടിപൊളി ചായക്കടി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ കുക്കറിലിട്ട് ഒരു 2 വിസിലെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ തോടെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഞാൻ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടായതും കടുക്, ഉഴുന്നുപരിപ്പ്, ഒരു സവാള ചെറുതായി അരിഞ്ഞത് കൂടിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കരിവേപ്പില, നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കുറച്ച് കമ്മിയാക്കിയിടണേ, കായപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് പൊടി. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഉണ്ടല്ലോ, അത് ഉടച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മസാല എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇനി ഇതിനൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാനായി ഒരു പാത്രം മൈദാപ്പൊടി, 1 സ്പൂൺ അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കൂടി ചേർത്ത് നമ്മളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി തണുത്ത് വന്ന കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കി എടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് മുക്കി ചൂടായ എണ്ണയിലേക്കിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കണേ. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ചക്കക്കുരുവിൻ്റെ പുറന്തോട് മാത്രം കളഞ്ഞാൽ മതിയെ, അകത്തുള്ള തോട് കളയേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ചക്കക്കുരു വെച്ചുള്ള ബോണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി ചക്കക്കുരു ആരും വെറുതെ കളയരുത്. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ.